അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം മുടങ്ങിയതിൽ മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും കായിക മന്ത്രി. തീയതിയിൽ മാറ്റം വന്നതിനെ ചില മാധ്യമങ്ങൾ വാസ്തവ വിരുദ്ധമായി ചിത്രീകരിക്കുന്നു. ടീമിന്റെ സന്ദർശനം മുടക്കാൻ നിരന്തരം AFAക്ക് വ്യാജ പരാതികൾ അയച്ചത് പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണ്. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചു എന്ന പ്രചരണം ദുരുദ്ദേശപരമെന്നും മന്ത്രി. അർജന്റീന സൗഹൃദ മത്സരത്തിന് സന്നദ്ധത ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, വിശദാംശങ്ങൾ. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീയതി നിശ്ചയിക്കുന്നതിൽ വന്ന മാറ്റം ചില മാധ്യമങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധമായിട്ട് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വിമർശനമാണ് കായിക മന്ത്രി ഉന്നയിക്കുന്നത്. അതിന് പകരം സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചു തരത്തിലുള്ള നടക്കുന്ന പ്രചരണം അങ്ങേയറ്റം ദുരുദ്ദേശപരമാണ് എന്നുള്ള വിമർശനം കൂടി കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നുണ്ട്. നവംബർ 30 കഴിഞ്ഞ് സ്റ്റേഡിയത്തിന്മേൽ ഒരവകാശവും സ്പോൺസർക്ക് നൽകിയിട്ടില്ല. അങ്ങനെ കൈമാറാൻ GCDയോ സംസ്ഥാന സർക്കാരോ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി കായിക മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ പറയുന്നുണ്ട്. അർജന്റീന ടീം കേരളത്തിലേക്ക് വരാനുള്ള സന്ദർശനം മുടക്കാനായിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി നിരന്തരം വ്യാജ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി കായിക മന്ത്രി നടത്തുന്നുണ്ട്. എന്തായാലും അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ പഴിക്കുകയാണ് വീണ്ടും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ചെയ്യുന്നത്. ശരി, ഷിജു കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.